അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട്ടിൽ സന്തോഷ നിമിഷങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഐഷുമ്മയും ഷമ്മാസും പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ മക്കളുടെ മനസ്സിലെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ അറിയാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഉമ്മ ഒരു കാര്യം പറഞ്ഞു. മോനെ, ഷാമോനെ. ആ, എന്തോ ഉമ്മ? പൊന്നു മോനെ, ആ മക്കൾ രണ്ട് കുട്ടികളുടെ ബാപ്പമാരെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിലും ഒരാളെ ബാപ്പ ഇന്നല്ലെങ്കിൽ നാളെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന ആൾ, മറ്റേതാണെങ്കിൽ നമ്മുടെ സൗദിയുടെ ഉപ്പ, ആരോഗ്യനില വളരെയധികം വഷളായ ആൾ. എന്തൊക്കെ തന്നെ രണ്ട് കൂട്ടർക്കും പിഞ്ച് മക്കളുണ്ട്. ഉമ്മാൻ്റെ കുട്ടി ഓലക്കൊന്ന് പുറത്ത് കൊണ്ടുവരണം കേട്ടോ. ഉമ്മ എങ്ങോട്ടാ? പൊന്നു മോനെ, അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഉമ്മാൻ്റെ കുട്ടി കൊണ്ടുപോകണം. ഉമ്മ അത് അപ്പോൾ ഇനി അതെ, മക്കളെ കൊണ്ടുപോയിക്കോ കേട്ടോ. എന്നാൽ ഈ സമയം നുസൈബയോട് ഉമ്മ കാര്യം പറയുന്നു. മോളെ നുസിയെ, ഞാൻ പറയുന്നത് മക്കളൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിക്കോട്ടെ ഷാമോനെന്ന്. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ എല്ലാവരും ടൂറും അവിടേക്കും ഇവിടേക്കും പോകുമ്പോൾ ആ കുട്ടികൾക്ക് ബാപ്പാർക്ക് കഴിവില്ല, അല്ലെങ്കിൽ അതിനൊരു ശേഷിയില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് പൊന്നാര മോളെ, ഓരെ നമ്മൾ സന്തോഷം ഇല്ലാതാക്കരുതല്ലോ. അതെ, ആ മക്കൾ ടൂറ് പോലും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് സൗദിയുടെ അനിയത്തിമാരും ഒക്കെ. എന്തൊക്കെ തന്നെയാലും എന്നാൽ നുസൈബ് അപ്പോൾ തന്നെ പറഞ്ഞു, ഉമ്മ അതിനെന്താ, ഷാമോൻഖാൻ്റെ വണ്ടിയിൽ പോവാലോ. അതെ, അവർ പോയിക്കോട്ടെ, ഷാമോൻക്ക് എവിടെയെന്ന് വെച്ചാൽ കാണിച്ചു കൊടുത്തോട്ടെ. സന്തോഷമല്ലേ എല്ലാവർക്കും. അതുപോലെ പ്രത്യേകിച്ച് ആ മക്കളാവുമ്പോൾ അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹം ഉണ്ടാവും. എന്നാൽ അപ്പോൾ തന്നെ നുസൈബ് പറഞ്ഞു, ഉമ്മയും പോയിക്കോളൂ കേട്ടോ, കാരണം ഞാൻ ഇവിടെ നിന്നോളാം. കാരണം ഇവിടെ സൗദ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഏത് സമയം എന്തോ സംഭവിക്കുമല്ലോ. അപ്പോൾ സത്താർക്കയുടെ വൈഫ് അങ്ങനെ പെട്ടെന്ന് വരികയാണെങ്കിലും മോളെ, അതിപ്പോൾ ഉമ്മങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, ഒന്നും വിചാരിക്കേണ്ട. ഞാൻ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. കുഞ്ഞിനെയും കൊണ്ട് ഞാനില്ല ഈ സമയത്ത്. തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം. തൽക്കാലം പോയിക്കൊള്ളി. പൊന്നു മോളെ, നിങ്ങളൊന്നുമില്ല എനിക്കൊരു സന്തോഷമില്ലല്ലോ. അതല്ലേ ഇനിയിപ്പോൾ സൗദത്തിയുടെ കാര്യം നോക്കുകയാണെങ്കിലും ഒക്കെ. എന്നാൽ നേരെ സൗദിയുടെ അരികിലേക്ക് എത്തി. മോളെ സൗദ, പിന്നെ പൊന്നാര മോളെ, മക്കളൊക്കെ ഒന്നേ അയ്യയിലേന്ന് കൊണ്ടുവരാൻ വിചാരിച്ചുകാണ്ട്. ആയിക്കോട്ടെ, അതിനെന്താ. പൊന്നു മോളെ, നിങ്ങളൊക്കെ വേണ്ട അല്ലാ പഠിച്ചോനെ, ഈ കുഞ്ഞിൻ്റെ അടുത്ത് എത്തിക്കിട്ടിയതിന് എനിക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ നുസിയൊക്കെ പോയിക്കോളി, ഞാനിവിടെ നിന്നോളാം. എന്നാൽ നുസി അപ്പോഴേക്കും അങ്ങോട്ട് വന്നു. അത് കേട്ടുകൊണ്ട്, ഞാനില്ലെത്താ, ഞാൻ ഇവിടെ നിന്നോളാം, പോയിക്കോട്ടെ, ഉണ്ടല്ലോ മക്കളുടെ കൂടെ. എന്നാൽ ഷമ്മാസ്, അല്ല നിങ്ങൾ വരുന്നില്ലേ? വരുന്നവർക്കൊക്കെ വരാം, വലിയ വണ്ടി എടുക്കണത്, എല്ലാവരും കൊണ്ടുപോകും, ഷമ്മാസ് പറഞ്ഞു. എന്നാൽ പറഞ്ഞു, പൊന്നാര മക്കളെ, ഞാൻ ഇപ്പോൾ അല്ല ഉമ്മ പൊയ്ക്കോളി. നുസിയും സൗദിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു, പൊയ്ക്കോളി മക്കളുടെ കൂടെ. അങ്ങനെ അവർ നേരെ ഓരോ കാഴ്ചകൾ കാണുവാൻ വേണ്ടിയിട്ട് ഷമ്മാസിൻ്റെ കാറിൽ കയറി പോകുന്നു. പൊന്നു മോനെ, പിന്നെ അവിടേക്ക് എത്തുമ്പോഴേ നല്ല തിരക്കൊക്കെ ആയിരിക്കും അല്ലേ മോനെ? അതേ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എൻ്റെ വിചാരിച്ച രീതിയിൽ പൊന്നു മോനെ, ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര ജനാണ്. നമ്മൾ കുറച്ച് ആൾ കുറഞ്ഞ ഭാഗത്ത് കണ്ടു പോകാം. പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ അല്ല, എല്ലാവരും കൂടി കൂടും, എല്ലാവരും കൂടിയിട്ട് നല്ല മനോഹരമായ ബീച്ചിലൊക്കെ അവൾ കുറച്ച് ഇരിക്കലും, കുറച്ച് കടല കുറച്ചിരിക്കലും, കുറച്ച് തിരയിൽ കളിക്കലും അങ്ങനെയൊക്കെ അല്ലേ. പൊന്നാര കുട്ടി, തിരയിൽ ഇറങ്ങാനൊക്കെ വലിയ പൂതി നിൽക്കണ്ടേനും. ഇപ്പം പിന്നെ എന്താണോ, പഴയ മാതിരിയാണ് കഴിയൂല. വലിയ തൃപ്തിയേനു. എൻ്റെ പാപ്പാൻ്റെ കൂടെ ഞാൻ എപ്പോഴും പോകുമായിരുന്നു, കടപ്പുറത്ത് പോയി കുറേ പോയിരിക്കുമായിരുന്നു. നല്ല കാറ്റും കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ എന്തേലും രസമെന്നോ. എന്തൊക്കെ തന്നെ എൻ്റെ പൊന്നു മോനെ, ഏതായാലും എൻ്റെ കുട്ടി ഈ മക്കളെയും കൊണ്ടൊക്കെ പോരാൻ മനസ്സ് കാണിച്ചല്ലോ. പഠിച്ചോന്ന് വിചാരിച്ചിരുന്നു, പടച്ചെറുബ് ഈ മക്കൾക്ക് സന്തോഷം കൊടുത്താൽ നമുക്ക് തന്നെയല്ലേ അതിൻ്റെ സന്തോഷം. അതേ മോനെ, ശരിയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ നമ്മുടെ ഉസ്താദിൻ്റെ കുട്ടിയും വന്നിരുന്നു. സമീറയും ഉസ്താദും വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐഷുവിനെ പ്രത്യേകമായിട്ട് നോക്കുകയും ചെയ്തിരുന്നു. കാരണം അവർ പൊന്നുപോലെ നോക്കുന്ന
മക്കളല്ലേ, എന്തൊക്കെ തന്നെ എല്ലാവരും നല്ലപോലെ നോക്കണം എന്ന് ഷമ്മാസ് പറഞ്ഞു. ഉമ്മാക്കൊരു പണിയില്ലേ, അതിനെന്താ മോനെ, പിഞ്ചു മക്കളെയൊക്കെ നോക്കും, നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. സൗദിയുടെ ഉപ്പയുടെ സ്ഥിതിഗതികൾ അങ്ങനെ ആയതുകൊണ്ടാണ് പോരാതിരുന്നത്. അവർക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ ഇക്കയുടെ അസുഖമൊക്കെ ശരിക്കും മാറിയിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഷമ്മാസ് അതാ യാത്രയിലാണ്. ഷമ്മാസും ഉമ്മയും മക്കളും ബീച്ചിലേക്കുള്ള ആ ഒരു വഴിയിൽ. സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് അത് വല്ലാത്തൊരു സന്തോഷം തോന്നി. റബ്ബേ പഠിച്ചോനെ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഒരാൾക്ക് ചെയ്തു കൊടുക്കുക. അതിനിപ്പോൾ എന്തൊക്കെ തന്നെ, ഇനി മക്കൾക്കാണെങ്കിലും നമ്മളെ മക്കളെ സന്തോഷിപ്പിക്കണം. അല്ലാതെ നമ്മളൊരിക്കലും മക്കളെ സന്തോഷിപ്പിക്കാതെ നിൽക്കാൻ പാടില്ല. ഐഷുമ്മ ആ മക്കളുടെ മുഖത്തേക്ക് നോക്കി. റബ്ബേ പാവം. എന്നാൽ ഐഷുമ്മ ചോദിച്ചു, മക്കൾ ബീച്ച് കണ്ടിട്ടുണ്ടോ? അവൾ ഒരു നിമിഷം മുഖത്തേക്ക് നോക്കി. എന്നുള്ള രീതിയിൽ പതുക്കെ ഒന്ന് തലയാട്ടി. മക്കളെ, നമ്മൾ പോകുന്നത് ബീച്ചിലേക്കാണ് കേട്ടോ. അവിടെ നല്ല മനോഹരമായ ലൈറ്റുകളും കാര്യങ്ങളും പല സാധനങ്ങളും ഒക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരും കേട്ടോ. പിന്നെ ഒട്ടക സവാരി ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ഉമ്മ. അതെങ്ങനെ? അതിപ്പോൾ ആരപ്പോൾ റെജി മോളൊക്കെ പോയിരുന്നു അങ്ങനൊക്കെ പറഞ്ഞു. അപ്പോൾ ഒട്ടകമുണ്ട്. ഒട്ടകമുണ്ടമ്മോ? ശരി, ഞാൻ അറിഞ്ഞില്ല. എന്നാൽ സത്യം പറഞ്ഞാൽ വല്ലാത്ത സന്തോഷമായിരുന്നു അവർക്ക്. ഞങ്ങൾക്ക് ഒട്ടകപ്പുറത്ത് കയറണം. അതെ, ആ മക്കൾ പറഞ്ഞു. അല്ലാ പഠിച്ചവൻ്റെ കുട്ടികൾ വീഴൂലേ? ഇല്ല. അവർ സന്തോഷത്തോടു കൂടി അതാ ശരിക്കും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. മക്കളെ, ഇവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടിയാലായിട്ടൊക്കെ ഫുള്ളാണ്. പൊന്നു മക്കളെ, കുറേ നടക്കേണ്ടി വരുമല്ലോ. ഉമ്മ ഇൻഷാ അല്ലാ അല്പം വൈകിയാലും മക്കളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. എന്തൊക്കെ തന്നെയാലും അവർ അതാ ബീച്ചിലേക്കുള്ള വഴിയിലാണ്. മക്കൾ സന്തോഷത്തോടു കൂടി അത് കാണുന്നു. അതെ, രണ്ട് ഭാഗങ്ങളിലുമായി നല്ല വർണ്ണങ്ങൾ ഉള്ള നല്ല ചെടികളും മരങ്ങളും ഒക്കെയായിട്ട് അതങ്ങനെ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ ഷമ്മാസ് വണ്ടി അവിടെ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തു. നല്ല തിരക്കായിരുന്നു. അങ്ങനെ മക്കൾക്ക് ഈ ഒരു സവാരി കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. ഉമ്മ കണ്ടില്ലേ? അതേ മക്കളെ, നിങ്ങൾക്ക് കുതിരയിൽ കയറണോ? ഉമ്മ ചോദിച്ചു. വേണം. എന്നാൽ ഒത്തിരി സന്തോഷമായിരുന്നു. ഷമ്മാസ് പറഞ്ഞു, മക്കളെ വീണ് പോകരുത് കേട്ടോ. പഠിച്ചോനെ, വീണ് പോയാൽ എന്തായിരിക്കും? ഇപ്പോൾ അത്രയും ഹൈറ്റുള്ളതിൽ കയറണോ? എന്തൊരു ഹൈറ്റാ റബ്ബേ. എന്നാൽ ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മക്കൾ പറഞ്ഞു, പ്ലീസ് ഷമ്മാസ്ക, ഞങ്ങൾക്ക് കാണാൻ കൊതിയായിട്ടാണ്, ഞങ്ങൾക്കൊന്ന് കയറ്റി തരുമോ ഞങ്ങളെ എന്നുള്ള രീതിയിൽ അവരത് പറഞ്ഞപ്പോൾ ഷമ്മാസിനും തന്നെ വല്ലാത്ത മനസ്സിന് സന്തോഷമായിരുന്നു ആയത്. എന്തൊക്കെ തന്നെയാലും മക്കളെയൊക്കെ ഒന്ന് ആ ഒരു ഒട്ടകപ്പുറത്ത് ഒന്ന് കയറ്റാം എന്നും വിചാരിച്ചു. എന്തൊക്കെ തന്നെയാലും പെരുന്നാളല്ലേ, മക്കൾ സന്തോഷിക്കട്ടെ എന്നും വിചാരിച്ചു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ കയറണം. എൻ്റെ പൊന്നാര കുട്ടിയെ എന്തീ പറയണത്? ആ ഒരു വലിയൊരു ജന്തുവിൻ്റെ മേത്തേക്ക് ഞാൻ എങ്ങനെ കയറിൻ്റെ പൊന്നാര കുട്ടി? ഉമ്മ, അതെ പണ്ടൊക്കെ പറയാറുണ്ടല്ലോ ഒട്ടകം മുട്ടുകുത്തിന്ന്. അന്ന് ഒട്ടകത്തിൻ്റെ മുട്ടിലൊക്കെ നമ്മൾ ചവിട്ടി കയറിയിട്ടാണ് കയറുക. പക്ഷെ ഉമ്മ അങ്ങോട്ട് നോക്കിക്കേ, വലിയൊരു കോണയുണ്ട് അവിടെ. ആ കോണയിൽ ആണുമ്മ കയറി ചെല്ലുക. അല്ലാതെ ഉമ്മ എന്താ പൊന്നു മോനെ, അതിൻ്റെ മുഖത്തൊരു മാസ്ക് ഒക്കെ ഇട്ടിക്കണേ? പൊടി പാറും കരുതിയിട്ട് മാസ്ക് ഇട്ടതായിരിക്കില്ലേ? എന്നാൽ ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമ്മ അതൊക്കെ അവരൊരു അലങ്കാരത്തിന് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഒരു നെറ്റ് പോലെയും പിന്നെ ടർക്കിയോ കാര്യങ്ങൾ എന്തൊക്കെ. ശരിക്കും പറഞ്ഞാൽ മോനെ ഒരു പുതിയണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങിക്കില്ലേ? കണ്ടില്ലേ എൻ്റെ മൂക്കുത്തിയൊക്കെ എന്തൊക്കെയാണ് തൂങ്ങിക്കെടുക്കണത്? എൻ്റെ പൊന്നാരേ, അന്ന് ദുബായ് കൂടെ നടക്കുമ്പോൾ കുറേ ഒട്ടകത്തിനെ കണ്ടിക്കണേ. ഇമ്മട്ട് അണിഞ്ഞൊരുങ്ങിയതൊന്നും നമ്മൾ കണ്ടിക്കില്ല. കണ്ടില്ലേ പഠിച്ചവനെ, വല്ലാത്തൊരു പുതുമ തന്നെ. ശരിക്കും ബീച്ചിൽ ആളൊഴിഞ്ഞ ആ ഒരു സ്ഥലത്തായിരുന്നു അവർ എത്തിയിരുന്നത്. കാരണം അപ്പുറത്ത് നടക്കുവാനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും എന്നും കരുതിയിട്ട് അങ്ങനെ എല്ലാവരും മക്കൾക്ക് ഒട്ടകത്തിന്മേൽ കയറണം എന്നുള്ള വാശിയായി. അതെ, അവർക്ക് പ്ലീസ് ഞങ്ങൾക്ക് ഒട്ടകത്തിന് മേലെ കയറാൻ ആഗ്രഹമുണ്ട്. ഉമ്മ പറഞ്ഞു, അതാ മോനെ കോണുണ്ടല്ലോ അല്ലേ? എന്തുമ്മ നിങ്ങൾക്ക് കയറണോ? എൻ്റെ പൊന്നാര പടപ്പേ, ഇനിയിപ്പോൾ ഇങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ. ഇപ്പം ഞാൻ കയറി മറണില്ല. എന്തോ ഉമ്മ, ഞാൻ പൊക്കി വെച്ച് തന്നാലോ എൻ്റെ ഉമ്മാനെ?
എൻ്റെ പൊന്നാര ഷാമോൻ എനിക്ക് കുട്ടിക്കളി മാറിയിട്ടില്ലല്ലേ. ഞാൻ ആ ഒരു സാധനത്തിൻ്റെ മേലൊക്കെ കയറിക്കാണ്ട് ഇത്രയും തടിയും മണ്ണുള്ള ഞാനതിമ കയറി. ഉമ്മ അത് എത്ര തടിയും മണ്ണുള്ളവരൊക്കെ ഏറ്റും. നിങ്ങൾ ഖുർആനിലുണ്ടല്ലോ, നിങ്ങൾ ഒട്ടകത്തെ നോക്കുകയെന്ന്. ഒട്ടകത്തെ ഞാൻ സൃഷ്ടിച്ചത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ ഉമ്മ വായിച്ചിട്ടില്ല. ആ മോനെ അതേ മാസങ്ങളോളം മരുഭൂമിയിൽ വെള്ളവും മറ്റൊന്നുമില്ല നിൽക്കാനും കണ്ടില്ലല്ലേ ഓല മുഖം. പഠിച്ചോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ ഇപ്പോൾ ഇതന്നെ ആയിരുന്നല്ലോ യാത്ര ചെയ്യാനുണ്ടായിരുന്നത്. റബ്ബേ കണ്ടില്ലേ ഓരോന്ന്. ഏതായാലും ശരിക്ക് ആ ഒരു തുണിയും ഇതൊന്നും ഇല്ലെങ്കിൽ എൻ്റെ പൊന്നുമോനെ ശരിക്കും മരുഭൂമിയിലെ ഒട്ടകം പോലെ തന്നെ അല്ലേ ഉമ്മ. ഇത് സെയിം സാധനം തന്നെയാണ്, പക്ഷെ ഇവരൊന്ന് അലങ്കരിച്ചു. അതിൻ്റെ മേലെ നല്ല പട്ടിൻ്റെ തുണികളും ഒക്കെ ഇട്ട് ഒരു സവാരിക്കായി. എന്തായാലും ആ ഒരു കോണിയാണ് അടിപൊളിയായിട്ടുള്ളത്. കണ്ടില്ലേ, കമ്മലും മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊന്നുമോനെ. ഒന്ന് നോക്കിക്കേ. ശരിക്കും ഐഷുമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസിന് വല്ലാത്തൊരു സന്തോഷമായി. എന്തായാലും മക്കളൊക്കെ ഒന്ന് മക്കളൊക്കെ കയറിയിട്ട് നല്ല സന്തോഷത്തോടു കൂടി അവർ പോകട്ടെ, അത് മനസ്സ് നിറഞ്ഞ് കാണാലോ. എന്നാൽ അവിടുത്തെ ബായിയോട് ഷമ്മാസ് ചോദിക്കുന്നു, ഹേയ് ബായ്, ഇത് പെട്ടെന്ന് നോ പ്രോബ്ലം, അതിന് പിടിക്കുവാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. എന്തൊക്കെ തന്നെയായാലും അതാ സന്തോഷത്തോടു കൂടി ഷമ്മാസിന് അല്പം ഭയമുണ്ട്. മക്കളെ കയറ്റി വെച്ച് കൊടുക്കുന്നു. ഷമ്മാസിനോട് പറഞ്ഞു, നിങ്ങൾക്കും കയറാം, നോ പ്രോബ്ലം. ഐഷുവിനൊക്കെ വല്ലാത്ത സന്തോഷം. അതെ, ഒട്ടകപ്പുറത്ത് കയറാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതാ ഓരോ ട്രിപ്പായിട്ട് മക്കളെയെല്ലാം അടിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഐഷുമ്മയുടെ കണ്ണുകൾ നിറബേ അൽഹംദുലില്ലാ, പഠിച്ചോനെ മക്കൾ നീ കാത്തുരക്ഷിക്കല്ല. നിരപരാധികളായ മക്കളാണ് റഹ്മാനെ, പഠിച്ചോനെ അള്ളാഹു നീ കാത്തുരക്ഷിക്ക് റഹ്മാനെ, ആമീൻ. ശരിക്കും അതാ നമ്മുടെ ഐഷുമ്മ ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ആ നിമിഷവും തൻ്റെ ഭർത്താവിനെ ഓർത്തു, റബ്ബേ വീട്ടിലധികം സമയം നിന്നിട്ടില്ലെങ്കിൽ യാത്രകളിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരുപാട് ഞാൻ പോയിരുന്നു, ഇപ്പോഴല്ലേ വയ്യാണ്ടായത്. പെട്ടെന്ന് ഉമ്മാക്ക് അതാ ഷമ്മാസ് കൊണ്ടുവരുന്നു നല്ല ചിരണ്ടി ഐസ്. ഉമ്മ മധുരമുള്ളത് വേണോ അതോ എരിവുള്ളത് മതിയോ? പൊന്നും മോനെ, മധുരം എനിക്ക് ഇഷ്ടമാണ്, എരിവും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കും ഉമ്മ. ആ മോനെ അങ്ങനെ മതി, എന്തിനപ്പം അതൊക്കെ വാങ്ങിയത്? പൊന്നു മോനെ അതാ ആ ട്രിപ്പ് എത്തിക്കണ്. അല്ലാ, ഏതായാലും കുട്ടിയൊക്കെ മരുഭൂമി ഒട്ടകത്ത് പോണ പോലെ തന്നെ ഉണ്ടാവും. കാരണം കടപ്പുറം മുഴുവൻ മണലല്ലേ, അതുകൊണ്ട് തന്നെ അതിലിങ്ങനെ ചവിട്ടി നടക്കുമ്പോഴേ അതിൻ്റെ ഒരു ഫീൽ എന്തായാലും അനുഭവപ്പെടും. എന്തൊക്കെ തന്നെയല്ലോ സന്തോഷത്തോടു കൂടി അതാ അവിടെ അവർ എൻജോയ്മെൻറ്റ് ചെയ്യുകയാണ്. കാരണം ഷമ്മാസ് വേണ്ട രീതിയിൽ മക്കളെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐഷുമ്മയും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലെല്ലാം നിന്ന് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും. അപ്പോഴേക്കും അടുത്ത ട്രിപ്പ് അവിടെ ഒട്ടകപ്പുറത്ത് കയറുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഭാഗത്തായിട്ട് 2 ഒട്ടകങ്ങളാണ് ഉള്ളത്. പിന്നെ മെയിൻ ബീച്ചിൻ്റെ ആ ഭാഗത്ത് കുതിരയും ഒട്ടകങ്ങളും അങ്ങനെ പലതുമുണ്ട്. എന്നാൽ ഷാമും പറഞ്ഞു, ഉമ്മാ ഇവിടെ ആയിരിക്കും നല്ലത്, ഇവിടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാൻ എന്തായാലും കഴിയില്ല, പക്ഷേ അധികം ആൾക്കാർക്ക് ഉണ്ടാവില്ല. അതുമാത്രമല്ല നമ്മുടെ മക്കൾ നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കണമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയും. പൊന്നു മോനെ ഷാമോനെ, എന്തോ ഉമ്മ, പിന്നെ ഇവർക്ക് നല്ല സ്പെഷ്യലായിട്ട് ഇവിടുത്തെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ പിന്നെ പറഞ്ഞിട്ട് എന്താ, മോൻ അവർക്ക് നല്ല ഫുഡ് വാങ്ങിക്കൊടുക്കട്ടോ. ഉമ്മ ആയിക്കോട്ടെ, പോകുമ്പോൾ കഴിച്ചാൽ പോലെ, ഇപ്പോൾ ഓരോന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഉമ്മ. ഷമ്മാസ് വിളിച്ചു, മോനെ അല്ല വല്ലാതെ അങ്ങോട്ട് ഇറങ്ങണ്ട കുഞ്ഞെ, കുട്ടികളെയും കൊണ്ടാവുമ്പോഴേ. ഷമ്മാസ് നേരെ ആ ഒരു ബീച്ചിൻ്റെ അടുത്തേക്ക് പോയി നിന്നു. ശരിക്കും ആ ഇരുട്ടുള്ള രാത്രിയിൽ അതിലെ ഓരോ തിരമാലകൾ വരുമ്പോഴും ഓരോ പ്രതീക്ഷകളുമായാണ് വരുന്നത് എന്നൊരു തോന്നൽ. എന്തൊക്കെ തന്നെയായാലും ബീച്ചിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് ഒരുപാട് കുട്ടികളും ഉമ്മമാരും എല്ലാവരും അങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ചകൾ ഒരു ഭാഗത്ത് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിപ്പോകുന്ന ഓരോ ടീംസ്. ചുരുക്കി പറഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള കാഴ്ചയായിരുന്നു. ഷമ്മാസ് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഒന്ന് കയറല്ലേ? എൻ്റെ പൊന്നാര പടപ്പേ, മക്കളൊക്കെ കയറിയില്ലേ, സന്തോഷമായി. ഇനിയിപ്പോൾ ഉമ്മക്ക് കയറാൻ വലിയൊരു പൂതിയൊന്നുമില്ല. അല്ലുമ്മ, അതിനെന്താ,
ഉമ്മ ഒന്ന് കയറി നോക്കി. അല്ല മോനെ ഇനിയിപ്പോൾ വേണ്ട, ഏതായാലും കുറേ നിങ്ങളെ വാപ്പുള്ള കാലത്ത് ഞാൻ കുതിരപ്പുറത്ത് കയറിനു, കുതിരമേൽ കയറാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇതിഞ്ഞിപ്പോൾ ഈ വയസ്സുകാലത്ത് ഒട്ടകത്തുമ്മ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാരോരൊന്നും പറയും. എൻ്റെ പൊന്നുമ്മാനെ ആരും ഒന്നും പറയൂല കേട്ടോ. അതൊക്കെ ഉമ്മയുടെ ഇഷ്ടം പോലല്ല, നമ്മുടെ സന്തോഷം ഉമ്മ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതല്ലേ. ഐഷുമ്മക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ ചെറിയൊരാഗ്രഹം. പൊന്നുമോനെ, അന്ന് അറേബ്യയിൽ നിന്ന് ഞാൻ കുറേ കയറിയിരിക്കണ്. അന്ന് ഈ ഡിസേർട്ട് സവാരി ഉണ്ടാവുമല്ലോ, മരുഭൂമി കൂടെ അങ്ങനെ നമ്മൾ ഒട്ടകപ്പുറത്ത് കയറിയിട്ടും അത് തലയിലൊരു കെട്ടും കെട്ടിത്തരും, അങ്ങനെയൊക്കെ. അത് നല്ല രസമായിരുന്നു. ഇതൊക്കെ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഒട്ടകമായിരിക്കും അല്ലേ മോനെ? എന്നാലും ഇങ്ങോട്ട് നോക്കായേ അതിൻ്റെ കൗത്തുക്കൊക്കെ. എൻ്റെ റബ്ബെ, എത്ര മണിമാലൊക്കെ ഇട്ട് കൊടുത്തിക്കണത്. താഴെ ഒരു മണിമാല, അതിൻ്റെ മേലൊരു മുത്തുമാല, പിന്നെ നെക്ലേസ് പോലെ വേറെ ഒരെണ്ണം, പിന്നെ മൂക്കുത്തി പോലെ, അങ്ങനെ പല പല നല്ല പട്ടിൻ്റെ തുണി മേലെ വിരിച്ചിക്കണം. കണ്ടില്ല മോനെ, പിടിച്ചിരിക്കാനൊക്കെ ഇതുണ്ടല്ലേ. അത് ഉമ്മക്ക് കയറണോ? എൻ്റെ പൊന്നാര കുട്ടി, ഇനി ഞാൻ കയറണില്ല ഇപ്പോൾ തൽക്കാലം. ഇപ്പോൾ കയറിയതൊക്കെ മതി, അൽഹംദുലില്ലാ. കുറേ കയറിയില്ലേ, ഇനി നിങ്ങളൊക്കെ നണ്ട് കയറിക്കോടി. ശരിക്കും അതാ ഐഷുമ്മ അത് കണ്ട് നോക്കി നിന്ന്. റബ്ബേ, വല്ലാത്തൊരു പുതുമന്നല്ലേ മോനെ. ഏതായാലും ഇവിടെ എത്തിയപ്പോൾ ശരിക്കും നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ എത്തിയ പോലെ തന്നെ. ആ ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി റോട്ടുമ്മ കൂടെ എത്രങ്ങാൻ റോഡ് മുറിച്ച് കടക്കും ഈ ഒരു ഒട്ടകങ്ങൾ. പൊന്നും മോനെ, അങ്ങോട്ട് നോക്ക്, മറ്റേ അതാ വരുന്നേ. ഉമ്മ, ഇനി ഉമ്മ കേട്ടോ, എൻ്റെ പൊന്നാര കുട്ടി. അതിന് ഉമ്മാൻ്റെ കുട്ടി നിൽക്കല്ലേ ഇപ്പോൾ. കണ്ടോ, ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുകൊണ്ട് ഇറക്കണ്. എന്നാലേ പൊന്നും മോനെ 100 രൂപ ഉള്ളൂല്ലേ? ഉമ്മ 100 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചിലർ 150 വാങ്ങേണ്ടി പറഞ്ഞു. പക്ഷെ 100 രൂപ ആയാലും ഒരു സന്തോഷമല്ലേ, ഒട്ടകപ്പുറത്തൊക്കെ കയറിയിട്ട് ഇങ്ങനെ പോവുക എന്നൊക്കെ പറഞ്ഞാൽ. അതിൽ ശരിക്ക് ഒട്ടകപ്പുറത്ത് എന്ന് വെച്ചാൽ നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ സഞ്ചരിച്ച വാഹനമായിരുന്നു ഈ ഒട്ടകം എന്ന് പറഞ്ഞാൽ. ശരിക്കും ആ ഒരു ഒട്ടകപ്പുറത്ത് നമ്മളൊന്ന് കയറിയിരിക്കണം, എന്നാലേ ആ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതെ സ്വഹാബത്തും ഒക്കെ ഒട്ടകപ്പുറത്തായിരുന്നു സഞ്ചരിച്ചിരുന്നത് എന്നതാണല്ലോ. അല്ലാ പഠിച്ചോനെ, പൊന്നു മോനെ, എന്തായാലും മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുക. പിന്നെ കുറച്ച് അപ്പുറത്തുനിന്ന് അവർക്ക് എന്തെങ്കിലും കളിക്കോപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ എങ്ങനെ ഉണ്ടാവും, ആ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക ഉമ്മാൻ്റെ കുട്ടി. ആയിക്കോട്ടെ ഉമ്മ. അല്ല, അവർ ശരിക്കിപ്പോൾ ഒന്ന് നല്ല രീതിയിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കണം ഉമ്മ. അതെ, പോകുമ്പോൾ ചെയ്യുക. ഇപ്പോൾ തൽക്കാലം ഇവിടുന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ അതാ അവർ ബീച്ചിൽ പോയി സന്തോഷത്തോടു കൂടെ അവർക്കുള്ള കളിപ്പാട്ടങ്ങളെല്ലാം വാങ്ങി അവർ തിരിച്ചു പോരുകയാണ്. ശരിക്കും പൊന്നും മോനെ, ഭക്ഷണം വാങ്ങിക്കൊടുക്കിട്ടാ അവർക്ക്. മക്കൾ ഉറങ്ങില്ല കേട്ടോ. അവരെന്തൊക്കെ ഐസ്ക്രീമോ എന്തൊക്കെ ചിരണ്ടേസോ ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കഴിച്ചത്. പിന്നെ എല്ലാവരുടെ കയ്യിലും കളിക്കോപ്പും. പൊന്നു മക്കളെ, ആരും കരയരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ പെരുന്നാൾ ടൂർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് സന്തോഷമായി. എന്താ മക്കളെ, നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നാൽ 1-2 പേര് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പാവം ഹഫ്സയുടെ മക്കൾ ഒന്നും പറഞ്ഞില്ല. അവർ പ്രതീക്ഷയുടെ മുഖത്തേക്ക് നോക്കി. അതെ, ഇതാണ് കേട്ടോ കടൽ. നമ്മൾ കണ്ടുവന്നില്ലേ കടൽ. ആ ഒരു കടലിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ഒരു ദിവസം കുറച്ച് നേരത്തെ പോകണം. ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ. ശരിക്കും ഷമ്മാസ് സ്വന്തം മക്കളെ പോലെ തന്നെ സ്നേഹത്തോടെയാണ് അവരെ നോക്കിയത്. ഐഷുമ്മക്കും അത് വല്ലാത്തൊരു സന്തോഷമായി. അങ്ങനെ അവർ തിരിച്ചു പോരുകയാണ്. ഷമ്മാസിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ആരാ മോനെ? അതുമ്പോൾ നോക്കട്ടെ. ഹലോ. ഓക്കെ. ഇല്ല. ഓക്കെ. ആരാ മോനെ? അതുമാ, ഞാൻ പറയാം. സത്യം പറഞ്ഞ ഷമ്മാസിൻ്റെ മുഖം വല്ലാതെ അങ്ങ് മാറി മറിഞ്ഞു. എന്താ കുട്ടിയെ, എന്താ പറ്റിയത്? ഒന്നുമില്ലമ്മ, അതെൻ്റെ. എന്നാൽ വിളിച്ചത് മറ്റാരുമല്ലായിരുന്നു. ആരാ മോനെ? അത് സ്റ്റേഷനിൽ നിന്നായിരുന്നു വിളിച്ചത്. കാരണം താനാണ് ജാമ്യത്തിന് സത്താർക്ക് ഇറക്കി കൊണ്ടുവന്നത്. അതെ, ഇന്ന് വൈകുന്നേരത്തോടെ തിരിച്ച് എത്തുമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ സത്താർക്ക് പോയിട്ടില്ലെന്ന്
തോന്നുന്നു. എന്തൊക്കെ തന്നെയാലും സത്താർക്ക പോകുന്നതിന് മുമ്പായിട്ട് മക്കളെ കൊണ്ടുവന്നതായിരുന്നു. എന്നാൽ ഈ നിമിഷം സത്താറിന് എന്ത് പറയണമെന്നായിപ്പോയി. റബ്ബേ പാവം, അവരുടെ ഭാര്യയിൽ നിന്ന് അവരെ വേർപ്പെടുത്തി കൊണ്ടുപോകുമ്പോഴും അത് വല്ലാത്തൊരു വിഷമം. റബ്ബേ സാരല്ല പഠിച്ചവനെ, ഈ മക്കളുടെ മുമ്പിൽ നിന്ന് കാണുമ്പോൾ അത് വല്ലാത്ത വിഷമാവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. റബ്ബേ അല്ലാ, ഇനി ഇതെങ്ങനെ അദ്ദേഹത്തോട് വിളിച്ച് പറയും? അതറിയുമ്പോൾ ഇൻഷാ അല്ലാ നാളെ പോയിക്കോളും. അല്ലാതെ ഇനിയിപ്പോൾ ഈ സമയത്ത് പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല റബ്ബേ. എന്നാൽ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ ഹാജരാവണം, തെളിവെടുപ്പുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതൊക്കെ സെറ്റാക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ അവരെ നിർത്തുന്നത്. പക്ഷേ ജാമ്യം അനുവദിച്ച ആ ഒരു ടൈം അതിക്രമിച്ചിരിക്കുന്നു. സത്താർ പോയിട്ടില്ല എന്നുള്ള കാര്യം അതാ ഷമ്മാസിന് ഉറപ്പായി. മോനെ എന്താടാ, മോനെന്തേ പെട്ടെന്ന് മുഖം വാടിയത്? ഇല്ലുമ്മ, ഞാൻ നുസിയെയും സൗദത്തേക്ക് വിചാരിച്ചു പോയി. മോനെ എന്തായാലും അവരൊക്കെ ഓരോ പ്രാരാബ്ദങ്ങളല്ലേ, ആ പിതാവിനെ നോക്കുവാൻ വേണ്ടി അതാ ആ ഹഫ്സുള്ളതും വലിയ ഭാഗ്യം തന്നെയല്ലേ. ആദ്യത്തെ ഭാര്യ ഏതായാലും അവനെ ഉപദ്രവിച്ചും കഷ്ടപ്പെടുത്തിയും ഒരുപാട് ഇടങ്ങാറായി. എന്നാലും ഹഫ്സ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അത് വല്ലാത്ത സന്തോഷമല്ലേ മോനെ ആയത്? അതേ ഉമ്മ, ഒക്കെ ശരി തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും മോനെയോ എന്തോ ഒന്നുണ്ട്, തുറന്നു പറയാം. ഒന്നുമില്ലമ്മ, ഞാനത് അല്ലേ സത്താർക്കയുടെ പോലീസ് കേസിൻ്റെ കാര്യം അത് ഇന്ന സമയത്ത് ഹാജരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വിളിച്ചതായിരുന്നു. മോനെ ഇനിയിപ്പോൾ നാളെ രാവിലെയാണ് പോയാൽ ഈ നട്ടപ്പാതിരാക്കപ്പോൾ എന്തേ പോണത്? ഉമ്മ അതൊന്നും പറയാൻ പറ്റില്ലമ്മ, എന്താ ചെയ്യുക? എന്തായാലും ഷമ്മാസിനത് വല്ലാത്ത വിഷമമായി. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അങ്ങനെ അത് എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഒരിടത്ത് കയറുകയാണ്. മക്കളെ നിങ്ങൾക്ക് എന്ത് വേണ്ടത്? മക്കൾ ഓരോരുത്തരായി അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം പറയുന്നു. എന്നാൽ ഷമ്മാസ് അതെല്ലാം ഓർഡർ ചെയ്തു. ഐഷുമ്മക്കത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. റബ്ബേ പഠിച്ചോനെ കാത്തു രക്ഷിക്കണേ, ഇവരുടെ പിതാക്കൾ ഉണ്ട് എന്നാൽ ഒന്നും ഉണ്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. റബ്ബേ എല്ലാം ശരിയാക്കണം ഇൻഷാ അല്ലാ. അങ്ങനെ അത് അവർ സന്തോഷത്തോടു കൂടി എല്ലാവരും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഷമ്മാസിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു വേദന. അത് മറ്റൊന്നുമല്ല, സത്താർക്കയുടെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം ആലോചിക്കുമ്പോഴാണ്. റബ്ബേ എന്തൊക്കെ തന്നെയാലും ഭാര്യയും മക്കളും എത്രമാത്രം കഷ്ടപ്പെടും. റഹ്മാനെ നീ കാത്തുരക്ഷിക്ക്. ഷവ്വാൽ ചന്ദ്രിക നിറഞ്ഞ ആ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഷമ്മാസ് ദുആ ചെയ്തു. പടച്ച റബ്ബേ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. എല്ലാം അറിയുന്നവനും ചെയ്യുന്നവനും എല്ലാം നീയാണല്ലോ റഹ്മാനെ, നീ കാത്തുരക്ഷിക്ക് റഹ്മാനെ. എല്ലാ വിധികളും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇനി സത്താറിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമോ അതോ സത്താർ നേരിട്ട് പോയി കീഴടങ്ങുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബീച്ചിലൊക്കെ പോയി വന്ന് സമയം 2 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉറക്കത്തിൽ എന്തെങ്കിലുമൊക്കെ അറിയാതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എന്തൊക്കെയോ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് ഉഷാറാക്കണം. പെരുന്നാളിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക വീട്ടിലേക്കൊക്കെ ചെന്നിട്ടൊക്കെ ഇൻഷാ അല്ലാ നല്ല രീതിയിൽ നമുക്ക് കഥകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാരെങ്കിലും ഇവിടെ ഈ കോഴിക്കോട് ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ അടുത്തെവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ സ്ഥലം ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.